കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ വളാന്തോട് മൂക്കോട്ടിച്ചാൽ പാലത്തിന്റെ പാർശ്വഭിത്തിയിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിൽ. പാലത്തിന്റെ പാണത്തൂർ ഭാഗത്തേക്കുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അരിക് കൂടുതൽ ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. പാതയിൽ കൂടെ ദിവസേന 1000-ലധികം വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ഒരു പാതയാണ് ഇത്. ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഏതാണ്ട് 6-7 വർഷമായി. ഇതുവരെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഭരണാധികാരികളും കരാറുകാരും ഓരോ ന്യായങ്ങളാണ് നിരത്തുന്നത്. ഇതിലേതാണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് ജനങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. രാത്രികാലങ്ങളിൽ ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത്. ഏത് സമയത്തും അപകടം സംഭവിക്കാം. ഇതുപോലെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾ വരുന്നവർക്ക് ഡ്രൈവർമാർക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് വലിയ ദുരന്തത്തിന് സാധ്യതയും കൂടിയുണ്ട്. ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാത്രക്കാരെ ബാധിക്കുന്നുണ്ട്. അപകടം പതിയിരിക്കുന്ന സംസ്ഥാന പാതയിൽ KRFB അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മൂക്കോട്ടിച്ചാൽ പാലം പൊളിച്ചു നീക്കി പകരം താത്കാലിക റോഡ് നിർമ്മിച്ച് ഗതാഗത സ്തംഭനം ഒഴിവാക്കാൻ ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മലനാട് വികസന സമിതി ആവശ്യപ്പെട്ടു. മലനാട് വികസന സമിതി ചെയർമാൻ R. സൂര്യനാരായണ ഭട്ട്, ജനറൽ കൺവീനർ ബാബു കദളിമറ്റം, ജനറൽ സെക്രട്ടറി B. അനിൽകുമാർ, വർക്കിംഗ് ചെയർമാൻ KJ സജി, ട്രഷറർ അജി ജോസഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ AK ശശി, ബാലൻ K, G. ഷാജിലാൽ, രാജീവ് തോമസ്, ശശി BC അട്ടേങ്ങാനം, ഷിജു കുമാർ S, ജനാർദ്ദനൻ, TCKU കൃഷ്ണകുമാർ, അബു താഹിർ, സനിൽകുമാർ CS, രജനി ദേവി RC, സുനിൽ കുമാർ PN, മോൻസി KK പാണത്തൂർ, റോബി തോമസ് പനത്തടി എന്നിവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് KRFB അധികൃതർ ഉറപ്പു നൽകിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ.